പെൻഷൻ പറ്റിയ ഒരു പോസ്റ്റ്മാൻ ആയിരുന്നു അച്ഛൻ. ഒറ്റ മോള്, പ്രീ ഡിഗ്രി വരെ പഠിച്ചു. അപ്പോഴേക്കും അച്ഛൻ തളർന്നു. വകയിലൊരമ്മാവൻ ഒരാലോചനയുമായി വന്നു. മോളകത്തേക്ക് പോകും. നാരായണൻകുട്ടി, ആ ചേട്ടൻ ഇങ്ങോട്ട് വന്നു. ഗൾഫിലൊരു പണി വെച്ച് നിൽക്കുകയാണ് നാരായണൻകുട്ടി. ചില്ലറയുടെ കുറച്ച് പ്രശ്നമുണ്ട്. NOC കൊടുത്ത ആളിന് കുറച്ച് പൈസ കൊടുക്കണം. പിന്നെ യാത്ര ചെലവ് അതൊന്ന് ഒപ്പിച്ചു കൊടുത്താ ഈ കല്യാണം നമുക്ക് നടത്താം. അവളും ഈ കുടുംബവും രക്ഷപ്പെടും. ചേട്ടനൊന്ന് ശ്രമിക്കേ. അച്ഛൻ വേറൊന്നും നോക്കിയില്ല. വീടും പറമ്പും പണിയപ്പെടുത്തി. ഒരു മാസം ഒരുമിച്ച് താമസിച്ചു. അപ്പോഴേക്കും വിസയും കടലാസുകളും ശരിയായി. നിനക്കും കൂടി വേണ്ടിയല്ലേ രാധ ഞാൻ പോകുന്നത്. ഇന്നലെ വരെ നീയല്ലേ എന്നെ സമാധാനിപ്പിച്ചത്. ഇപ്പൊ കൊച്ചു കുട്ടികളെ പോലെ കരഞ്ഞാലോ? ഒരു കൊല്ലം, അത് കഴിഞ്ഞാൽ ലീവ് കിട്ടും, ഞാൻ പറന്നെത്തും. മിടിക്കായിട്ടിരിക്കെ. വേഗം കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കും. അല്ലേ? മൂന്ന് കത്തുകൾ വന്നു. സ്നേഹം കൊണ്ട് പൊതിഞ്ഞ വാക്കുകൾ. തിരിച്ചു വന്നാൽ പണിയാൻ പോകുന്ന ബംഗ്ലാവ്, വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ. പിന്നെ കത്തുകൾ വരാതെയായി ഒരു കൊല്ലത്തോളം. അന്വേഷിച്ചില്ലേ? എവിടെയാണെന്ന് കരുതി അന്വേഷിക്കാൻ. അയച്ച കത്തുകൾക്കൊന്നും മറുപടിയുമില്ല. പിന്നെ ഒടുവിൽ ഒരു ടെലിഗ്രാം വന്നു. ഒരു കാർ അപകടത്തിൽ മരിച്ചെന്ന്. കടക്കാർ വീടും പറമ്പും ജപ്തി ചെയ്തു. അത് താങ്ങാനാവാതെ അച്ഛൻ പണ്ടേ പരിചയക്കാരനായ ഫാദറിന്റെ ദേഹം എനിക്കിവിടുത്തെ സ്കൂളിൽ അഭയം തന്നു. ഒരു വിധവയായി എല്ലാം വിധിയെന്ന് കരുതി ഞാൻ ഇവിടുത്തെ കുട്ടികളുടെ നടുവിൽ ജീവിച്ചു പോന്നു. ഒരു ദിവസം Indeed, Mr. Mehta, we are very grateful and we very much appreciate your generosity. Well, Mr. Mehta, I heard you are going to have some new venture. Yes. When are you going to start it? Very soon. Good. I'm sorry, Father. I was thinking something else. Anyway, nice to have met you. It's quite all right. Thank you. Okay, Father. Fir milega. ഫാദർ, ആരായിരുന്നു ഫാദർ ഇത്? Oh, Mr. Narayanan Mehta, famous industrialist. ബോംബെയിലെ കോടീശ്വരൻ. മേത്താജി അപ്പുറത്തെ ബംഗ്ലാവ് വാങ്ങി താമസമാക്കി. എ വെരി ജനറസ് മാൻ. നമ്മുടെ സ്കൂൾ ഫണ്ടിലേക്ക് വലിയൊരു തുക സംഭാവന നൽകാമെന്ന് നേരിട്ടുണ്ട്. साहब एक मिनट. आपका लंदन टिकट 2 दिन के बाद. മിസ്റ്റർ നാരായണൻകുട്ടി, എന്നെ മനസ്സിലായോ? രാധ ഖത്തറിൽ വെച്ച് കാർ അപകടത്തിൽ മരിച്ച
നാരായണൻകുട്ടിയുടെ വിധവ. ദുബായിൽ പോകാൻ പണം കിട്ടിയാൽ കല്യാണം കഴിക്കാം, പിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം പറഞ്ഞ് വ്യാമോഹിപ്പിച്ച രാധമാർ വേറെ എത്ര പേരുണ്ട്? എത്ര കാർ അപകടങ്ങളിൽ നാരായണൻകുട്ടി മരിച്ചിട്ടുണ്ട്. ഇല്ല, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. വ്യവസായ പ്രമുഖനായ നാരായണൻ നേതാജി ഈ വേഷം ഇട്ടതുകൊണ്ട് മാത്രം നാരായണൻകുട്ടി ആള് മാറില്ല. നാരായണൻ നേതാജി നാരായണൻകുട്ടിയാണെന്ന് തെളിയിക്കാൻ ലോകത്തിൽ ഒരാൾക്ക് മാത്രമേ കഴിയൂ, എനിക്ക്. ഞാനത് ചെയ്യും. നിങ്ങളുടെ ഈ മുഖംമൂടി ഞാൻ ചീന്തി അറിയും. നിനക്കെന്താണ് വേണ്ടത്? നിങ്ങൾ എനിക്ക് തന്നത് ഒരു താലിയാണ്. നിങ്ങളുടെ മരണം അത് തിരിച്ചെടുത്തു. അത് മടക്കി തരാൻ നിങ്ങൾക്കാവുമോ? ആ താലിയെ വിശ്വസിച്ചെന്റെ പേരിൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരാനാവുമോ? ഇല്ല. നാരായണൻകുട്ടിയുടെ മരണത്തിന്റെ മറവിൽ നിങ്ങൾ കുഴിച്ചു മൂടിയ കുറ്റങ്ങളെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും. ആ മറവിൽ നിങ്ങൾ നേടിയ ഈ നേട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇന്നലകൾക്ക് ഓരോന്നിനും നിങ്ങൾ കണക്ക് തീർക്കേണ്ടി വരും. ഐ വിൽ മേക്ക് യു ആൻസർ ഫോർ എവറിത്തിങ്. कर सकती हो तो जरूर करो. മനസ്സിലായില്ല? നാരായണൻകുട്ടിയുടെ ഭാഷയെ പറയാം. നിന്നെ കണ്ട് ആവാന്ന് അങ്ങ് ചെയ്തുകൂടി പെണ്ണേ. ഒന്ന് നിൽക്കൂ. എല്ലാം ഞാൻ കേട്ടു. ഞാനും മറ്റൊരു രാധയാണ്. എന്റെ അച്ഛന്റെ ഖത്തറിലെ കമ്പനിയിലെ ഏജന്റ് ആയിരുന്നു നാരായണൻകുട്ടി. ഒരു കാർ അപകടത്തിൽ അച്ഛൻ മരിച്ചു. ഞാൻ ഈ അവസ്ഥയിലുമായി. വിശ്വസ്തരായ മറ്റാരുമില്ലായിരുന്നു നോക്കി നടത്താൻ. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആ മനുഷ്യനെ എനിക്ക് ആശ്രയിക്കേണ്ടി വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയും മുൻപേ അയാൾ എന്നെ സ്വന്തമാക്കി. എനിക്കുള്ളതെല്ലാം അയാളുടെ പിടിയിലുമായി. ആത്മഹത്യ ചെയ്യാൻ മനോധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നും ഞാൻ പക വീട്ടരുതെന്ന് പറയാൻ അർഹതയില്ല. പക്ഷേ മനസ്സിൽ കരുതിയതെല്ലാം ഉരുകി ഒലിച്ചുപോയി. പാവം കൗസല്യ. അവളെ നഷ്ടപ്പെടുത്തിയിട്ട് ഒന്നും നേടാൻ വയ്യ. പക്ഷേ മോഹിച്ചു വിട്ടത് പാമ്പിനെയാണ്. പത്തി വിടർത്തി അതാഞ്ഞു കൊത്തും. ഒരിക്കൽ കൂടി അയാളുടെ കാൽക്കീഴിൽ കിടന്നറിയാൻ വയ്യ. കൗസല്യക്കില്ലാതെ പോയ ധൈര്യം ഞാൻ ഉണ്ടാക്കിയെടുത്തു. ജീവിതം അവസാനിപ്പിക്കാൻ അതിന് നിങ്ങൾ എന്നെ അനുവദിച്ചില്ല. എന്തിന്? എന്തുകൊണ്ട്? ഐ ഓ യു ആൻ ആൻസർ. പക്ഷേ ഒരു ഉത്തരം പറയാൻ എനിക്കല്പ സാവകാശം വേണം. माधव, विदेश से मेरा डेलीगेट्स आ रहे हैं. You take care of them, okay? जी सर. Johnny bhai, come on, stand up.
कौन है तुम? ഹിന്ദി തോ മുझे भी मालूम है. പക്ഷെ നമുക്കിവിടെ മലയാളം പോരെ? നിങ്ങൾ ആരാണ്? സേതു. മനസ്സിലായില്ല അല്ലേ? ഇല്ല. മനസ്സിലാവില്ല. അല്ലെങ്കിലും ചങ്ങലയിലെ അവസാനത്തെ കണ്ണികളായ ഞങ്ങളെ അറിയേണ്ട ബാധ്യത നിങ്ങൾക്കില്ലല്ലോ. രാധയെ കൊല്ലാൻ വന്നവനാണ് ഞാൻ, നിങ്ങൾക്ക് വേണ്ടി. എനിക്ക് വേണ്ടിയോ? What do you mean? സോറി, തെറ്റി. ചന്ദ്രുവിന് വേണ്ടി, നിങ്ങളുടെ ആജ്ഞാനുവർത്തിയായ ചന്ദ്രുവിന് വേണ്ടി. നിനക്കെന്താണ് വേണ്ടത്? മേത്താജിക്ക് തരാൻ കഴിയുക അനുസരിച്ചാൽ കുറെ പണം, അല്ലെങ്കിൽ മരണം. എനിക്ക് വേണ്ടത് രണ്ടുമല്ല. Then what else you want? ഞാൻ ഇവിടെ വെച്ച് പിന്മാറാം. ഒരൊറ്റ വ്യവസ്ഥ മാത്രം, എന്നെ വെറുതെ വിടണം. അതിന് നമ്മൾ തമ്മിൽ കണക്കുകളൊന്നുമില്ലല്ലോ. ഇല്ല, ശരിയാണ്. പക്ഷേ നാരായണൻകുട്ടി, രാധയ്ക്ക് നിങ്ങളുമായി കണക്കുകളുണ്ട്. കൊല്ലാൻ വന്ന എനിക്ക് അവളെ രക്ഷിക്കേണ്ടി വന്നു. അവളുടെ വേദന അറിയേണ്ടി വന്നു. നിരപരാധിയായ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്കിരയായി വിട്ടു തന്നുകൊണ്ട് എനിക്ക് കൈകഴുകി പിന്മാറാനാവില്ല മേത്താജി. ഏതോ നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയാമോ? അറിയാം സർ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കൂട്ടത്തിനു വേണ്ടി 14 പേരുടെ ജീവൻ കത്തിമുനയിൽ കോർത്തവനാണ് ഞാൻ. ഇനി ഒരിക്കൽ കൂടി ആയുധമേന്താൻ എനിക്ക് മടിയില്ല. പക്ഷെ അതൊരു ജീവൻ ഒടുക്കാനാവില്ല. ഒരു ജീവൻ രക്ഷിക്കാനായിരിക്കും. യെസ്, രാധയെ രക്ഷിക്കാൻ. വെരി ഗുഡ് ബോയ്, വെരി ഗുഡ്. സ്റ്റോപ്പ് ഇറ്റ്. See you. See you. അതാണ് രാധയെ സത്യം. ചന്ദ്രു എന്നെ നിയോഗിച്ചത് മേത്താജിക്ക് വേണ്ടിയാണ്. അതെനിക്ക് മനസ്സിലാക്കാം. പക്ഷേ സേതു, നിങ്ങളെപ്പോലൊരു നല്ല മനുഷ്യൻ എങ്ങനെ അവരുടെ വലയിൽ വീണു? നല്ല മനുഷ്യൻ, യെസ്, ഞാനതായിരുന്നു ഒരിക്കൽ. നാട് വിട്ട് ബോംബെയിലെത്തിയ എനിക്ക് തൊഴിലാളി നേതാവായ ബാലേട്ടനായിരുന്നു അദ്ദേഹം. അയാൾ വഴി എനിക്കൊരു ജോലി കിട്ടി. അയാളുടെ മുറിയിൽ കിടക്കാൻ ഇടവും തന്നു. ആദ്യ മാസത്തെ ശമ്പളം കൊണ്ട് ബാലേട്ടനെ സൽക്കരിക്കണമെന്ന് എനിക്ക് തോന്നി. എടാ കൊച്ചിനെ, ദാദറിൽ വണ്ടി ഇറങ്ങുമ്പോ ഈ ബാലേട്ടന് വയസ്സ് 15. 3 കൊല്ലം കഴിഞ്ഞ് ശിവജി പാർക്കിൽ ചുമട്ടുതൊഴിലാളിയോട് പ്രകടനം നടന്നു. അന്ന് 18 വയസ്സുകാരൻ ഒരു പയ്യൻ അതിന്റെ മുൻനിരയിൽ ചെങ്കുടിയും പിടിച്ചു നിന്നു. അതാരാണെന്നറിയാമോ? ഈ ബാലേട്ടൻ. സ്നേഹവും. അത് കഴിഞ്ഞ് 21 വർഷം കഴിഞ്ഞു. ഈ ഞരമ്പിൽ ഓടുന്നത് തൊഴിലാളി വർഗത്തിന്റെ ചോരയാടാ. അധ്വാനിച്ചുണ്ടുന്ന ചോറിന് ചൂഷണത്തിന്റെ ഗന്ധമല്ല, വിയർപ്പിന്റെ ഗന്ധമാണ്. അതെനിക്കിഷ്ടമാണ്. നീയും ഇഷ്ടപ്പെടണം. ബാലേട്ടൻ ഇന്നലെ ഫോമിലാണല്ലോ. ആരടാ, ഇന്ന് നിന്റെ സന്തോഷം പങ്കിടുകയാ. എനിക്ക് ഇനിയും കുടിക്കണം. എങ്ങോട്ടാ ബാലേട്ട? എനിക്ക് കുറച്ചുകൂടെ വേണം. മതി ബാലേട്ട, ഇനി വേണ്ട. വേണം. എങ്കിൽ ഞാൻ വാങ്ങിച്ചോണ്ടിരാം. വേണ്ട, നിന്റെ സന്തോഷം ഞാൻ പങ്കിട്ടു. ഇനി എന്റെ സന്തോഷം അതെന്റെ കാശ് കൊണ്ട് മതി. ऊपर देखे चलता साले मर जाएगा. फूट या तो फट. तुम मुझे मारेगा? देखो ये मेरा रोड है, इधर भी देखो मैं चलेगा, समझे? വെള്ളം അടിച്ച് അഭ്യാസം കാണിക്കാതെ വണ്ടിയുടെ മുമ്പിൽ മാറട കഴിവുകളാ മോനെ. നീ ആദ്യം പറഞ്ഞത് ന്യായം, രണ്ടാമത് പറഞ്ഞതിന് തന്തയോട് പറഞ്ഞാൽ മതി. എന്ത് പറഞ്ഞ പോട്ടി. ബാലേട്ടാ, ബാലേട്ടാ, ബാലേട്ടാ.
के बच्चे पापियों में चाकू से मारा गया तो लाश को भी तोड़ के भागते हो कुत्ते का बच्चा ചന്ദ്രു എന്താ അപ്പോഴേക്കും പോലീസ് എത്തി വേറെ ഭയം ഉണ്ടായില്ല आरा होना है അറിയില്ല किसने मारा नहीं मालूम साहब नहीं मालूम नहीं मालूम जो भी हो लेकर आओ രാമു 24 മണിക്കൂറിനകം जाओ उसका बांध के लेके आओ